ആശിച്ചു മോഹിച്ച് കാത്തിരുന്ന കല്യാണ ദിവസം ഇതാ ഇന്നാണ് കേട്ടോ. ദേവു, പ്രേമേച്ചി, ഷീതു, ദീപേച്ചി, കുക്കു, ഞാനും എല്ലാവരും പുറപ്പെട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും വിചാരിക്കേണ്ട എൻ്റെ കൈയിൻ്റെ ബെൽറ്റ് എവിടെ പോയി കേട്ടോ. ബെൽറ്റ് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഞാൻ ഊരി ഒന്ന് മാറ്റി വെച്ചതാണേ. എന്നിട്ട് ഞാൻ കൈ തീരെ താഴ്ത്താതെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എല്ലാവരും സൂപ്പറായിരുന്നു കാണാൻ. കാരണം ആവുന്ന പോലെ എല്ലാവരും കഷ്ടപ്പെട്ട് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ എല്ലാം ഒരാൾ ചെയ്തു തന്നതിനെ കൊണ്ട് തന്നെ ഒരു എയർപിന്ന് പോലെ എടുത്ത് കുത്താൻ എനിക്കാവില്ല കേട്ടോ. കാരണം കൈ മുകളിലോട്ട് ഉയർത്താൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു നിപ്പാണ് ഞാൻ നിന്നത് ഫുൾ ടൈം. ഇത് കഴിഞ്ഞിട്ട് എന്നോട് സജീഷ് ഏട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പോകുമ്പം ബെൽറ്റ് ഇടണമെന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അർജുനും മാലു കേട്ടോ. അർജുനെ നമുക്ക് മാലുവിനെ ഇതിൻ്റെ മുന്നേ ഞാൻ ഇട്ട് ഏതെങ്കിലും വീഡിയോസ് ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ഇല്ല, അർജുനെ കണ്ടിട്ടുണ്ടാവില്ല, മാലുവിനെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം മലബാർ പാലസിൽ വെച്ചിട്ടായിരുന്നു കല്യാണം കോഴിക്കോട് കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കളർഫുള്ളായൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ എന്താ പറയുക, നമ്മൾ സാധാരണ കാണുന്ന നമ്മളൊരു കല്യാണ മണ്ഡപത്തിൻ്റെ യാതൊരു വിധത്തിലും അല്ലാതെ വളരെ അടിപൊളിയായിരുന്നു അവിടെ. അപ്പോൾ എല്ലാവരും പേസ്റ്റൽ കളറായിരുന്നു ഇട്ടത്. അതുകൊണ്ട് തന്നെ ഇതാ നമ്മളെ കുഞ്ഞുവിനെ കണ്ടില്ലേ, കുഞ്ഞു അടിപൊളിയായിരുന്നു, അതുപോലെ സിദ്ധു അടിപൊളിയായിരുന്നു. എല്ലാവരും ഏകദേശം ഒത്ത് ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നതിനെ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നത്. ഒരു കളറല്ലെങ്കിൽ പോലും എല്ലാവരും ലൈറ്റ് കളറായിരുന്നു. കാരണം നമ്മളെ കല്യാണ പെണ്ണ് മാലൂട്ടി റെഡ് ആണല്ലോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ എനിക്ക് ഈ കല്യാണ മണ്ഡപത്തിൽ വരാൻ പറ്റുന്നു കേട്ടോ. ആ വീഴ്ചയിൽ അതോടുകൂടി എൻ്റെ കല്യാണ ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വിചാരിച്ചത് നിന്ന സമയത്ത് സജീഷേറിനാണ് കേട്ടോ എന്ത് വന്നാലും എന്നെ ഞാൻ ആ കല്യാണ മണ്ഡപത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ കൈയോടെ ഇവിടെ ഇപ്പം വന്ന് നിൽക്കാൻ പറ്റുന്നത് മൂപ്പരെ വലിയൊരു സപ്പോർട്ടുണ്ട്. കാരണം ബ്ലൗസ് പോലും എനിക്ക് ഇടാൻ പറ്റൂലായിരുന്നു, അതൊക്കെ ലൂസാക്കി കൊണ്ട് തന്ന്. അതേപോലെ ഈ ഒരു ഡേ ഈ ആ ബെൽറ്റ് ഊരി വെച്ചോ, എന്നിട്ട് കൈ താഴ്ത്താതെ പിടിച്ചിട്ട് പോകാൻ നേരത്ത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതാണ് എൻ്റെ മൂത്ത ഏട്ടൻ, ഏട്ടൻ്റെ ഭാര്യ ബീനേച്ചി, ഇവരെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഏട്ടനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ മൂപ്പര് ചെറിയ വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഇത്ര ദിവസവും വീഡിയോസിലൊന്നും കാണാതിരുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങൾക്ക് അറിയുണ്ടാവില്ല, ചിലരൊക്കെ എന്നും കാണുന്നോലും ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരുപാട് കാലത്തെ ഒരാഗ്രഹമായിരുന്നു നമ്മളെ വീട്ടിലുള്ള ഇങ്ങനെയൊരു കല്യാണം. എൻ്റെ ഒരു കഷ്ടകാലത്തിന് ഇങ്ങനെയൊക്കെ ആയെങ്കിലും സൂപ്പറായിരുന്നു. ഇതൊക്കെയാണ് നമ്മളെ തരുണി മണികൾ. നമ്മളെ ദേവുണ്ട്, ശാലു ഉണ്ട്, അമ്മിനും ഉണ്ട്, കുക്കു ഉണ്ട്, അതുപോലെ നമ്മളെ ഷീതു ഉണ്ട് കേട്ടോ. ഷീതുവിനെ അറിയാമല്ലോ, അയിനുവിൻ്റെ ചേച്ചി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇതാ സിന്ധിയേച്ചി ചെക്കനെ ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് വരിക എന്നല്ലേ പറയല്ലേ, അങ്ങനെ വരികയാണ്. ഇവരൊക്കെ ആയിരുന്നു കേട്ടോ സ്വീകരിക്കാൻ പോയ ആൾക്കാർ. നല്ല അടിപൊളിയായിരുന്നു നമ്മളെ മക്കൾസിന് എല്ലാം കാണാൻ. എല്ലാവരും നല്ല സൂപ്പർ സുന്ദരിയായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഓരോരുത്തരും നമ്മൾ വീട്ടിൽ കാണുന്ന ആളേ അല്ല എന്ന് തന്നെ പറയുക, അത്രയും പൊളിയായിരുന്നു. മാലു അടിപൊളിയായിരുന്നു പുറപ്പെട്ടത്. എന്താ പറയുക, ആ ചിരി അവളെ മുഖത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചിരി കേട്ടോ. സൂപ്പറായിരുന്നു കാണാൻ. ശരിക്കും പ്രതാപേട്ടൻ്റെയും സിന്ധേച്ചിൻ്റെയും ഒക്കെ ലൈഫിൽ അവർ കാണാൻ കാത്തിരുന്നൊരു ഡേ ആയിരിക്കുമല്ലോ ഇന്ന്. അപ്പോൾ എനിക്ക് സംബന്ധിച്ചിടത്തോളം ഇവരെന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ അമ്മ എന്നുള്ള ആ സ്ഥാനങ്ങളിലേക്ക് വന്ന ആൾക്കാരാട്ടോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കും ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു ദിവസം തന്നെയായിരുന്നേ ഈ കല്യാണ ദിവസം. അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്കും ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ എല്ലാവരും എന്നെക്കൊണ്ട് പറയലുണ്ടായിരുന്നു, എല്ലാവർക്കും എല്ലാവരെക്കാളും കൂടുതൽ എനിക്കാണ് എന്താ പറയുക എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഇതൊക്കെ ആയിരുന്നു എന്ന്. പക്ഷെ എന്നാലും എനിക്കിവിടെ എത്താൻ പറ്റിയല്ലോ, അതിൽ വലുതൊന്നും ഇനി ഒന്നുമില്ല. കാരണം എനിക്ക് ആ ദിവസം വരിക എന്നുള്ളത് മാത്രമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പോൾ അത് നടന്നിട്ടുണ്ട്. പിന്നെ സജീഷറിനെ ആരും കണ്ടില്ലല്ലോ, സൂപ്പറായിരുന്നു. എല്ലാവരും ജുബ്ബയായിരുന്നു കേട്ടോ, പേസ്റ്റൽ കളർ ജുബ്ബ. അപ്പോൾ നമ്മളെ മാലൂട്ടി കല്യാണം കഴിക്കാൻ പോവുകയാണ്.
പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം എല്ലാം നോക്കി കണ്ട് കുറേ കഥകളൊക്കെ പറഞ്ഞ് ദീപേച്ചിയും കിച്ചും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരുള്ള ഫംഗ്ഷനിലായിരുന്നു കേട്ടോ. അവരെ വീട്ടിൽ നിന്നും കുറച്ച് പേര്, എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് പേര് ആയിട്ട് ഒരു ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 50-60 ആൾ, അത്ര ആൾക്കാരിൽ ചുരുങ്ങിയൊരു കല്യാണമായിരുന്നു. പക്ഷേ എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഫസ്റ്റ് കല്യാണം അതിനൊക്കെ അടിപൊളി റിസപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കല്യാണം ചുരുക്കത്തിലാണ്. അപ്പോൾ അതിനൊരു അച്ഛൻ അറിയാലോ, ഇനിയുള്ള കുറച്ച് ദിവസത്തെ വീഡിയോസിൽ ചിലപ്പം കാണാൻ പറ്റും. കാരണം അവർ നവംബർ ഡിസംബർ ആകുമ്പോൾ തിരിച്ചു പോകും കേട്ടോ ഗൾഫിലോട്ട്. പിന്നെ അടിപൊളി പാലസ് എന്ന്, മലബാർ പാലസ് എന്ന് പറയുന്ന ഹോട്ടലിൽ കണ്ടവർക്കറിയാം. അവിടെയുള്ള എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നല്ല സൂപ്പറാണ്. പിന്നെ നമ്മളെ മക്കൾസ് എന്ന് വെച്ചാൽ എല്ലാവരും ഡാൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ ഒരു അടിപൊളി ഡാൻസും ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആ സ്റ്റാർട്ടിങ് സമയത്തൊന്നും അല്ല കളിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനാണ് പോയത്. നല്ല അടിപൊളി ഇലയിൽ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ, എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യാനാ, കൈകൊണ്ട് വാരി തിന്നാൻ പറ്റൂലല്ലോ. ഒരാൾ വാരി തന്നാൽ തിന്നാന്നുള്ള അവസ്ഥയിലാണ് ഞാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ബന്ധുക്കളും കുറച്ച് അയൽവാസികളുമായിട്ടുള്ള എല്ലാവരും ഇന്ന് വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ സ്വന്തം ഏട്ടൻ്റെ ഭാര്യമാരെ പോലെ നോക്കുന്ന ആൾക്കാരാട്ടോ. പിന്നെ നമ്മളെ മക്കൾസ് നിരന്ന് അവിടെ ഇരുന്നിട്ടുണ്ടേ. അപ്പോൾ ഇതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് ഈ ഇലേൻ്റെ മുന്നിൽ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പം വിളമ്പുന്ന സമയത്ത് തന്നെ ഒരു ചോദിച്ചിട്ടുണ്ട്, വിളമ്പണോ എന്ന് ചോദിച്ചിട്ടോ. കാരണം വേറൊന്നുകൊണ്ടല്ല, കഴിക്കാൻ പറ്റൂലല്ലോ, കൈ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എനിക്കൊരു ഇല ഇട്ടോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇലയിലും ചോറ് വിളമ്പിട്ടോ. കാരണം എനിക്കെന്തോ സങ്കടം, എനിക്ക് കഴിക്കാൻ പറ്റൂലെങ്കിലും ഞാൻ അവിടെ കൈവച്ചൊരു സ്റ്റൈല് കണ്ടാലറിയാം ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ എൻ്റെ ഇലയിലും വിളമ്പിട്ടോ ചോറ്. പിന്നെ സജീഷായിട്ട് ഉരുട്ടി വാരി തന്നാട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പം ചിരിയും സന്തോഷവും സങ്കടമൊക്കെ വരുന്നുണ്ട്. എന്നാലും എനിക്ക് അവിടെ പോയിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയല്ലോ, അതിൽ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മൾ അതിന് മോളും നമ്മളെ മക്കളെല്ലാവരും കൂടിയുള്ള ഒരു സൂപ്പർ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ മാലൂട്ടി ഇറങ്ങാൻ പോവുകയാണേ. എല്ലാ കല്യാണ പെണ്ണും പോകാൻ നേരത്ത് അവളെ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലേ, എൻ്റെ അച്ഛനെ ഇടയെന്ന്. ആ ചോദ്യം നമ്മളെ മാലൂട്ടിയും ചോദിച്ചിട്ടുണ്ടോ പോവാൻ നേരത്ത്? എന്താ ചേച്ചി? അങ്ങനെ സിന്ധേച്ചീൻ്റെയും പ്രതാപേട്ടൻ്റെയും ജീവിതത്തിലെ ഏറ്റവും നല്ല കുറച്ച് നിമിഷങ്ങളാണ് ഇവളിപ്പം കാണുന്നത്. നമ്മളൊരു പെൺകുട്ടി വളർന്ന് വലുതായി വരുമ്പം അവരൊരാളെ കയ്യിലേൽപ്പിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അതിവിടെ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന അത്രയും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷമായതിനെ കൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെ കല്യാണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങളെയും കൂടി ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാലൂന എല്ലാവരും അനുഗ്രഹിക്കണം, ഒരു നല്ല അടിപൊളി ലൈഫൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് മാലൂട്ടി. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.